ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷികാസ് കഫേ. ഇന്നത്തെ നമ്മളെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കലത്തപ്പമാണ്. ഈ ഒരു കലത്തപ്പത്തിന് കുക്കറപ്പം എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെയൊക്കെ കലത്തപ്പം തന്നെയാണ് പറയുക. സാധാരണ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാറുള്ളത് അരി അരച്ചിട്ടാണ്. അതുപോലെ അരിപ്പൊടി കൊണ്ടും കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പുട്ടുപൊടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമുക്കിത് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പുട്ടുപൊടിയാണ്. ഇപ്പോൾ വിജയിൻ്റെ വറുത്ത പുട്ടുപൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതാണെങ്കിലും എടുത്താൽ മതി. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ പുട്ടുപൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സി നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 1 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ഏലക്കായും ചെറിയ ജീരകവും പുട്ടുപൊടിയൊക്കെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് പൊടിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല തരിയോട് കൂടി തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു പുട്ടുപൊടി ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കണമൊന്നുമില്ല. 1 മിനിറ്റ് മാത്രം നമ്മൾ മിക്സി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണുള്ളൂ. ഇനി നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുട്ടുപൊടി എടുക്കുന്ന അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതേ 1/2 കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് വെള്ളം കൂടെ സെപ്പറേറ്റ് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇതിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടൂല തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ കേട്ടോ ഒരു മാവ് വേണ്ടത് നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് കേട്ടോ. 400 ഗ്രാമാണ് ഈ ശർക്കര വരുന്നത്. അതായത് 4 പീസ് ശർക്കര ഉണ്ട്. അപ്പോൾ ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നാലും നമുക്ക് കലത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത കളറിലുള്ള ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കലത്തപ്പത്തിന് കുറച്ചും കൂടെ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കലത്തപ്പത്തിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആയാലും നെയ്യായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 3 ലിറ്ററിൻ്റെ 2 കുക്കറിലാണെന്നുണ്ടെങ്കിൽ 2 കലത്തപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് കലത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കലത്തപ്പത്തിന് ഈ ഒരു മധുരം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. സാധാരണ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാറുണ്ട് ഈ ഒരു കലത്തപ്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മൈദപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മാവ് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല. ദോശമാവിനേക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടാട്ടോ ഈ ഒരു മാവ് വേണ്ടത്. എന്നാലേ ഒരു കലത്തപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങാക്കൊത്തൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് മാവിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കലത്തപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ കലത്തപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുക്കർ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ മാവിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. വിസിൽ മാറ്റിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കലത്തപ്പം കുക്ക് ചെയ്തെടുക്കാൻ. 1 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു കലത്തപ്പം കുക്ക് ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള ടൈം. നിങ്ങൾ 3 ലിറ്ററിൻ്റെ 2 കുക്കറിലായിട്ടാണ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ ഒരു കലത്തപ്പം കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കുക്കറിൻ്റെ ഹോളിലൂടെ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് ആവി വരിക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുക്കർ മാറ്റി വെച്ചിട്ട് ആ സ്റ്റവ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറന്ന് നോക്കാൻ. കാരണം ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ കലത്തപ്പം ഒന്നും കൂടി കുക്കായിട്ട് വരും. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ കുക്കറൊന്ന് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് കലത്തപ്പം കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കലത്തപ്പമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ടുണ്ടോ നോക്കാൻ നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കത്തിയിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കലത്തപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതാ കലത്തപ്പം കത്തിയിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഓരോ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ മാറ്റം വരും കേട്ടോ. എന്നാലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കലത്തപ്പം റെഡി ആയി കിട്ടും. കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഈ ഒരു കലത്തപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കട്ടോ. ഈ ഒരു കുക്കറിന് പെട്ടെന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടോട് കൂടി തന്നെ നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കാൻ നോക്കിയത്. ചിലപ്പോൾ ഒരു കുക്കറിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു ചൂടാറിയ ശേഷം മാത്രം നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കറപ്പം തന്നെയാണ് കേട്ടത്. നന്നായിട്ട് ഉൾഭാഗമൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന കലത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയാലും കലത്തപ്പത്തിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഞാൻ പുട്ടുപൊടി കൊണ്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഷികാസ് കഫേ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.